നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്ന് അനങ്ങി അങ്ങോട്ട് ചെയ്യടി. ഇത് കഴിഞ്ഞിട്ടേ പാത്രം കഴുകാനുള്ളതാ. ശരിയാക്കി തരാം. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? കഴുകി തരാന്ന് പറയായിരുന്നു. അതല്ലല്ലോ, ശരിയാക്കി തരാന്നാണല്ലോ നീ ഇപ്പൊ പറഞ്ഞത്. എടീ, വേറെ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാ നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേന്ന് എനിക്കറിയാം. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ ആ നിമിഷം നീ ഇവിടുന്ന് ചാടും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാടി ഞാൻ നിൽക്കുന്നത്. എടുക്കരുത്. എനിക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യരുത്. അറ്റൻഡ് ചെയ്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാന്ന് പറയൂ. നിങ്ങൾ ആരാണെന്ന് ആദ്യം പറ. ഞാൻ ചന്ദ്രയുടെ ഫ്രണ്ടാ. ചന്ദ്രയുടെ ഫ്രണ്ടോ? ഫോൺ തരാൻ. ഫ്രണ്ടിന്റെ പേരില്ലേ? ചേച്ചി, ഹലോ, ഇത് ചീപ്പാ. എന്റെ ഫോൺ എടുക്ക. ചേച്ചിയോട് ആരാ പറഞ്ഞേ? ഹലോ, ആരായിരുന്നടി അത്? ഒരു ഫ്രണ്ട്. അതെന്തിനാ അറിയുന്നേ? നീ ഈ വീട്ടിൽ താമസിക്കുമ്പോ എല്ലാം ഞാൻ അറിയണം. പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? അപ്പൊ എന്തോ നിനക്ക് മറച്ചു വെക്കാനുണ്ട്. അങ്ങനെയാണ് കരുതുന്നെങ്കിൽ കരുതിക്കോ. ഞാനേ ഒരു വക്കീല. എന്നെ പലരും വിളിക്കും. അതാരാ എന്തിനാ വിളിക്കുന്നതെന്നൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വീട്ടിലെ ഗ്രഹനാഥ ഞാനാ. ഈ വീട്ടിൽ താമസിക്കുന്നവർ എന്തൊക്കെ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നൊക്കെ അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാനത് ചെയ്യും. നീയല്ല, മരിച്ചുപോയ നിന്റെ അച്ഛൻ വന്ന് പറഞ്ഞാലും ഈ പ്രേമ അത് ചെയ്തിരിക്കും. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? അടിമുടി കളത്തരവാ. എന്നിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. കാണിച്ചു തരാടി നിന്നെ ഞാൻ. നിന്നെ വിളിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫ്രണ്ടാ പോലും ഫ്രണ്ട്. ഇവിടെ നടക്കുന്നൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നീ എന്ത് പറയുന്നു? എന്താ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം, എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായമൊന്നും ഇല്ല ശരത്തേട്ടാ. വീട്ടുകാരെന്തു പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യൂ. പൊന്നും പണമൊന്നും എനിക്ക് വേണ്ട. ഞാൻ വിളിച്ച നീ ഇറങ്ങി വരൂ. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങളാ ശരത്തേട്ടൻ ഇപ്പൊ പറഞ്ഞ്. പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ല. വീട്ടുകാരെ എതിർത്ത് എനിക്കൊന്നും നേടണ്ട. ഞാനല്ലേ വിളിക്കുന്നത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ വീട്ടുകാരെയാ. അമ്മയും മുത്തച്ഛി നമ്മളോട് നിൽക്കും. അപ്പോഴോ? പക്ഷെ അച്ഛനോ? അച്ഛനെ എതിർക്കുമായിരിക്കും. അത് അച്ഛനെ പറഞ്ഞതിരിക്കുന്നത് അവരാ, ദേവിക. അച്ഛന്റെ സമ്മതം നമുക്ക് വേണ്ട. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമുക്ക് താലി കെട്ടാം. കല്യാണം കഴിയുമെന്ന് അറിയുമ്പോ അച്ഛന്റെ ദേഷ്യമൊക്കെ മാറും. അച്ഛന്റെ സമ്മതം നമുക്ക് വേണ്ട. പക്ഷെ അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. അച്ഛന്റെ കാല് തൊട്ട് വന്ദിച്ച അനുഗ്രഹം വാങ്ങാതെ ഞാൻ കല്യാണത്തിന് ഇറങ്ങില്ല. അനുഗ്രഹമൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം. അതെ, ശരത്തേട്ടൻ അച്ഛനെ ശരിക്കും അറിയാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്താ അമ്മയും മുത്തശ്ശിയും പിന്നെ ഈ വീട്ടിൽ കയറ്റില്ല അച്ഛൻ. അവരെ നമ്മൾ നോക്കേണ്ടി വരും. നമ്മൾ നോക്കും. അതിന് ശരത്തേട്ടന് വീടുണ്ടോ? ഇല്ലെന്നാ അച്ഛൻ പറയുന്നത്. അല്ല, ഞാനത് വിശ്വസിച്ചിട്ടൊന്നുമില്ല.